പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാനുള്ളത്. അതായത് അതിർത്തിയിൽ വീണ്ടും വെടിവയ്പ് നടത്തുകയാണ് പാകിസ്ഥാൻ സൈന്യം. ഇന്ത്യൻ സൈന്യത്തിന് നേരെയാണ് വെടിയുതിർത്തിട്ടുള്ളത്. ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്ന് അമേരിക്കയുടെ ഇടപെടലും ഇപ്പോൾ ഉണ്ടാവുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് നിർണായകമായിട്ടുള്ള യോഗം ചേരുന്നുണ്ട്. അതേസമയം ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അബ്ദുൾ റഷീദ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. അബ്ദുൾ റഷീദ്, നമുക്കറിയാം ഈ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ആക്രമിക്കുന്നു എന്നുള്ളൊരു ഭയം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാക് പ്രകോപനം തുടരുന്നത്. അതായത് എത്രയൊക്കെ മുന്നറിയിപ്പ് നൽകിയാലും നിർത്തില്ല എന്നുള്ളൊരു സൂചന തന്നെയാണ് നൽകുന്നത്. നമുക്കറിയാം ഈ മന്ത്രിമാരുടെയൊക്കെ പാകിസ്ഥാനിൽ നിന്നുള്ള മന്ത്രിമാരുടെയൊക്കെ പ്രതികരണങ്ങൾ ഈ ജലകരാർ നിർത്തിവെക്കുമ്പോൾ അവിടെ ഇന്ത്യക്കാരുടെ രക്തമൊഴുകും എന്നൊക്കെ പറയുന്ന തരത്തിലൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ പ്രകോപനം കടുപ്പിക്കുന്നു, ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നിലവിലെ സ്ഥിതിഗതികൾ? ഭദ്ര, ഗുഡ് മോർണിംഗ്. ഈ അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും നിലവിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഈ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഈ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 7ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ മേഖലകൾ, അതായത് പ്രധാനമായും ഈ അതിർത്തി മേഖലകളിൽ നിന്നാണ് പാക് സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്തത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും വെടിവെപ്പ് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കർശനമായിട്ടുള്ള തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമായും നേരത്തെ തന്നെ ഈ അതിർത്തി മേഖലകളിൽ വെടിവെപ്പുകൾ ഉണ്ടായിരുന്നു. അഗ്നോർ, ഉറി, കുപ്വാര മേഖലകളിലാണ് ഇന്നും വെടിവെപ്പ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലയിൽ വെടിവെപ്പ് ഉണ്ടാവുകയും ഇന്ത്യൻ സൈന്യം കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങളും അതോടൊപ്പം ഈ വെടിവെപ്പുകളൊക്കെ തന്നെയും തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നിലവിൽ ഈ ഭീകരർക്കായിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വിവിധ മേഖലകളിൽ സൈന്യം കർശനമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാത അടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ സൈനിക വിമാനങ്ങൾക്കടക്കമാണ് ഇത്തരത്തിലൊരു നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രി കേന്ദ്രം ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ പാകിസ്ഥാനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും പാകിസ്ഥാനിൻ്റെ ISPR എന്ന് പറഞ്ഞിട്ടുള്ള സൈനിക ഔദ്യോഗികമായിട്ടുള്ള യൂട്യൂബ് ചാനലൊക്കെ തന്നെയും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങളും അതോടൊപ്പം ഇത്തരത്തിലുള്ള മെസ്സേജുകളും ഒക്കെ പ്രചരണം ചെയ്യുന്ന നടന്മാർക്കെതിരെയും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും അതോടൊപ്പം എക്സ് അക്കൗണ്ടുകളൊക്കെ തന്നെയും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. എന്തായാലും ഈ അമേരിക്കയും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അതോടൊപ്പം പാക് വിദേശകാര്യമന്ത്രിയുമായൊക്കെ തന്നെയും US-ൻ്റെ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. പ്രധാനമായും US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പാകിസ്ഥാനെതിരെയുള്ള ഏത് പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഇന്ത്യക്കൊപ്പം നിലനിൽക്കും എന്നുള്ള കാര്യമാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ത്യക്ക് സമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു സഹായങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം ഈജിപ്തും അതോടൊപ്പം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കൈമാറിയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഭീകരർക്കായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികളുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോവുകയാണ്. NIA-യുടെയും അതോടൊപ്പം രഹസ്യാന്വേഷണ ഏജൻസിയുടെയും ആഭിമുഖ്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും മുന്നോട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം NIA-യുടെ ഒരു സംഘം ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ട്രയലുകളൊക്കെ തന്നെയും നടത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെയും എങ്ങനെയാണ് ഭീകരർ വന്നത്, അതോടൊപ്പം നിലവിൽ ഈ കുപ്വാര, ബന്ദിപ്പോറ മേഖലകളിൽ ഹാഷിം മൂസ അടക്കമുള്ള ഭീകരർ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ
ഇപ്പോൾ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഈ ഇന്ത്യൻ സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധം ഇത്തരത്തിൽ നിയന്ത്രിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ISI മേധാവിക്കൊക്കെ തന്നെയും അധിക ചുമതല നൽകുന്ന ഒരു സമീപനം ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന ഒരു പദവിയാണ്, ഒരു അധിക പദവിയാണ് ഇപ്പോൾ ISI മേധാവിക്ക് നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ ഭയപ്പെടുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും ശ്രദ്ധേയമാകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി കൂടി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും പെഹൽഗാം ഭീകരാക്രമണത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള 3 പേർ ഒരു പൊതു താൽപ്പര്യ ഹർജി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് അത് പരിഗണിക്കും. ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത്, N കോട്ടീശ്വർ എന്നിവർ അടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് അത് പരിഗണിക്കുക. 11 മണിയോട് കൂടി ഈ കേസ് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരത്തിൽ പ്രകോപനമായിട്ടുള്ള സമീപനങ്ങളും അതോടൊപ്പം വെടിവെപ്പുകളും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പ്രകോപനപരമായിട്ടുള്ള നടപടികൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നുള്ള കാര്യം ഇന്ത്യൻ സേന നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയും അതോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇന്നും ദില്ലിയിൽ ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം രാജ്നാഥ് സിംഗിൻ്റെയും നേതൃത്വത്തിലായിരിക്കും ഇന്ന് ദില്ലിയിൽ യോഗം ചേരുക. അത്തരത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ തന്നെയും ഇന്ന് കൈക്കൊള്ളും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഈ മേഖലകളിൽ, പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലകളിൽ സൈന്യത്തിൻ്റെ നേരെ ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. തീർച്ചയായും അബ്ദുൾ റഷീദ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ സംയുക്ത സൈനിക മേധാവികളുടെ യോഗം ചേർന്നിരുന്നു. അതിൽ പൂർണ്ണമായിട്ടുള്ള അധികാരം സൈന്യത്തിന് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് എന്ത് നടപടി വേണമെങ്കിലും സൈന്യത്തിന് സ്വീകരിക്കാമെന്ന പ്രധാനമന്ത്രി പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം മന്ത്രിസഭാ യോഗം ചേർന്നിട്ടാണ് ഈ കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. അതായത് എല്ലാ തലത്തിലും പാകിസ്ഥാനെതിരെ പ്രകോപനം കടുപ്പിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭദ്ര, തീർച്ചയായും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ പ്രകോപനപരമായിട്ടുള്ള സമീപനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു തിരിച്ചടി നൽകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ സൈനിക മേധാവികളെ വിളിച്ചു വരുത്തിയിട്ടുള്ള യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു യുദ്ധം പോലും പ്രഖ്യാപിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സൈനിക മേധാവികൾക്ക് എടുക്കാം എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുത്തു നിൽക്കാനുള്ള ഒരു നടപടി സൈന്യം ഏറ്റെടുക്കണം എന്നുള്ള കാര്യം കൂടിയാണ് അതിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം ഈ നാവികസേനയടക്കമുള്ള സൈനിക സംഘങ്ങൾ ഇതിനോടകം തന്നെ ഒരു തിരിച്ചടി നൽകാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തി നൽകാൻ ആവശ്യമായിട്ടുള്ള തുടർ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എല്ലാ സേനാംഗങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും സേനാ മേധാവികളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മേഖലകളിൽ തിരച്ചിൽ നടക്കുന്ന മേഖലകളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള തീരുമാനങ്ങളും സേനാ വിഭാഗങ്ങളിലെ നേതാക്കന്മാരൊക്കെ തന്നെയും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പാകിസ്ഥാനെതിരെ ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം വീണ്ടും തുടരുകയാണെങ്കിൽ ഒരു തിരിച്ചടിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ഏത് സമയത്തും തിരിച്ചടിക്കാം എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. അത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികളുമായി പാകിസ്ഥാനെതിരെ രാജ്യം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
അബ്ദുൽ റഷീദ്, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. അതായത് ഈ കശ്മീരി പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇതാ ഈ ഹർജിയിലടക്കം പറയുന്നത്, ഇന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്ന ഈ ഹർജിയിലടക്കം ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. ഒപ്പം തന്നെ വിനോദസഞ്ചാരികൾക്ക്, അതായത് തങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്ന അതിഥികൾക്ക് സംരക്ഷണം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അത്തരത്തിൽ നിർദ്ദേശം നൽകണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അത്രമാത്രം അവർ പകച്ചു പോയൊരു സാഹചര്യമായിരുന്നു ആ 28 പേരുടെ മനുഷ്യജീവൻ ഇല്ലാതായ ആ ഒരു സാഹചര്യം. എന്തായാലും ആ തരത്തിൽ തന്നെയാണ് പ്രദേശവാസികളുടെയൊക്കെ ഒരു പ്രതികരണം വരുന്നത്. ഹർജിയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഭദ്ര, തീർച്ചയായും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 10,000-കണക്കിന് വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളാണ് ഒരേ സമയം ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തോട്ട് പോയത്. നിരവധി രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധിയായിട്ടുള്ള ആളുകൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സാധാരണക്കാർ, അതായത് ജമ്മു കാശ്മീരിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വരുമാനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം എന്ന് പറയുന്നത്. അതിൽ വലിയൊരു തിരിച്ചടിയാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജമ്മു കാശ്മീരിൽ നിന്നുള്ള 3 പ്രതിനിധികൾ ഇത്തരത്തിലൊരു പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കണം, അതോടൊപ്പം ഈ സുരക്ഷയിൽ കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ 3 പേരും നൽകിയിട്ടുള്ള ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരും സമ്മതിച്ചതാണ്. ഇതിന് പിന്നാലെ വിവിധ മേഖലകളിൽ വെടിവെപ്പ് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിലെ 87-ൽ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പൂർണ്ണമായും അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജമ്മു കാശ്മീർ സർക്കാരും കടന്നിരുന്നു. ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൻ്റെ ഒരു സാധാരണ ജനതയുടെ ഒരു വരുമാനത്തിനും അതോടൊപ്പം ജീവിത സാഹചര്യങ്ങൾക്കും ഏറെ ക്ഷതമേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു പൊതു താൽപ്പര്യ ഹർജി ജമ്മു കാശ്മീരിൽ നിന്നും എത്തിയിട്ടുള്ളത്. എന്തായാലും കോടതി ഇന്ന് അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ചും ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടൊരു ജുഡീഷ്യൽ അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിടുകയാണെങ്കിൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിരോധം നൽകുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും. അത്തരത്തിൽ കോടതിയുടെ ഒരു ഇടപെടലും നിർണായകമാകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീരിലെയും അതോടൊപ്പം മറ്റു വിനോദസഞ്ചാര മേഖലകളിലൊക്കെ തന്നെയും സാധാരണ ജനജീവിതം ഇപ്പോൾ നിലവിൽ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും ഈ പെഹൽഗാം മേഖലകളിലൊക്കെ തന്നെയും സാധാരണ ചെറുകടകളും അതോടൊപ്പം ഈ കുതിരസവാരി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ അടക്കമുണ്ട്. ഈ തൊഴിലാളി ദിനത്തിൽ പോലും അത്തരത്തിലൊരു പ്രതിസന്ധി രാജ്യം നേരിടുന്നു, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ ജനത നേരിടുന്നു എന്നുള്ളത് കൂടിയാണ് ഏറ്റവും ആശങ്കാജനകമായി നിലനിൽക്കുന്നത്. ശരി, വ്യക്തമാണ് അബ്ദുൾ റഷീദ്. എന്തായാലും പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും വെടിവയ്പ്. പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെയാണ് വെടിവയ്പ് ഉണ്ടായത്. ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും രംഗത്ത് വരികയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നും നിർണായകമായിട്ടുള്ള യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്.